ഇപ്പൊ ഈ അമ്പിളിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചില ഡയലോഗ് പറയും അങ്ങനെ ചെയ്യാനേ പാടില്ല. അദ്ദേഹം അവിടെ ജയിക്കും, ഇവിടെ ഒരാൾ പരാജയപ്പെടും. എൻ്റെ കഴിവായിട്ടും അതൊരു മിടുക്കായിട്ടും വെക്കുന്നത് ഒട്ടും ശരിയായിട്ടൊരു കാര്യമല്ല. ഇത് വലിയ നടനാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഹരിഹർ നഗർ എന്ന് പറഞ്ഞ പടം ഞാൻ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് എടുത്തപ്പോ ജഗദീഷ് ശരിക്ക് പഴയ അപ്പുക്കുട്ടന്റെ പടത്തിനെ ഇമിറ്റേറ്റ് ചെയ്യാണ്. അതിനകത്ത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതല്ലോ വേണ്ടത്, ജഗദീഷിന്ന് വരണ്ടേ. ഈ ട്രോളുകൾ കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും ലാൽ സാറിന് ദേഷ്യം വരാറുണ്ടോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അവരെ കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ അങ്ങോട്ട് രസിക്കാനും പറ്റുന്നില്ല, ചിലതൊക്കെ നമുക്ക് ഒരു വിഷമം കിട്ടും. പക്ഷെ അതിനുശേഷം സിദ്ദിഖും പടം ചെയ്തിട്ടുണ്ട്, ഞാനും പടം ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് പേര് ചെയ്തേക്കുന്ന പടങ്ങളിലും മിസ്സിംഗ് എലമെന്റ് ഉണ്ട്. അത് നഷ്ടം തന്നെയാണ്. ജയരാജ് സാറിൻ്റെ, സത്യനന്ദിക്കാട് സാറിൻ്റെ ഒക്കെ അന്ന് പടം ചെയ്യാൻ കോസ്റ്റ്യൂമർമാരങ്ങനെ ചാൻസ് ഒന്നും കിട്ടത്തില്ല. അതൊക്കെ വിട്ടിട്ടുണ്ട്. കാരണം അതിനു മുമ്പ് ഏറ്റത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സിനിമ നമ്മൾ ഏറ്റെടുത്തെങ്കിൽ അത് കൃത്യമായിട്ട് അത് ചെയ്യണം. പിന്നെ അവർക്ക് നീ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. പിന്നെ കാശ് പറഞ്ഞ് മേടിച്ചെടുക്കണം. തരാന്ന് പറഞ്ഞ പൈസ മേടിച്ചെടുത്തോളൂ. ഒരുപാട് പേര് കർമ്മത്തിനെ പറ്റി എൻ്റെ അടുത്ത് പറയാറുണ്ട്. പക്ഷെ എനിക്കറിയാം ഞാനത് വളരെ മോശമായിട്ട്. പക്ഷെ അതിന് ഒരുപാട് ചാൻസ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. അതായത് നല്ല ഡെപ്തുള്ള, പവർഫുള്ളായിട്ടുള്ള, ഹീറോയിസമുള്ള, പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ. അതിനെ ഉപയോഗിക്കാതെ പോയ ഒരു മണ്ടനായിരുന്നു ഞാൻ അന്ന് എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. ഒരു ആർത്തിയുണ്ട്, ചെയ്യുന്ന ആർത്തിയുണ്ട്. പൈസയുടെ ആർത്തി അല്ല, അഭിനയിക്കാനുണ്ട്. അതും ഇല്ലായികയില്ല. ഒരാളെ കൊണ്ട് പറയാം, ഒരു പടമുണ്ട്, ഒരു കോമഡി പടമാണെന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്ന് താല്പര്യം കുറവ് വരുന്നില്ല. വരും. ഈ അന്നത്തെ അഭിനയിച്ചിട്ട് ഇപ്പൊ കൊടക്കമ്പിയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇങ്ങനെയൊക്കെ വരുന്നില്ല. അത് ഒരു സാധനം കൂട്ടിയിട്ടുള്ള കളിയാണത്. തെലുങ്കിന്ന് പടത്തിന് വിളിക്കുന്ന ഇഷ്ടംപോലെ പടം കളി ചെയ്യുന്നുണ്ട്. അവിടുന്ന് വിളിക്കുമ്പോൾ ആദ്യം പറഞ്ഞാൽ എനിക്ക് ഒരക്ഷരം തെലുങ്ക് അറിയില്ല കേട്ടോ എന്നുള്ള ആദ്യം പറയുന്നത്. അതൊക്കെ സാറും ചെയ്തോളാം, അതൊക്കെ ഞങ്ങൾക്ക് ധൈര്യമാണ്, ഞങ്ങൾക്ക് ഓപ്പൺ. ഓക്കെ, അപ്പൊ അവരുടെ കോൺഫിഡൻസ് അവരുടെ, പിന്നെ ആ ഉത്തരവാദിത്തം അവരുടെയാണ്. ആ രാജാവിന്റെ വർഷം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ ഉത്തരവാദിത്തമാണ്. മറ്റത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ആരും കുറ്റബോധമില്ല. അങ്ങനെയല്ല സാറേ, ഇങ്ങനെ ശരി നോക്കാം, ഒന്നും ട്രൈ ചെയ്യും, പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞുകൂടെ തന്നെ. നിങ്ങളല്ലേ സെലക്ട് ചെയ്ത്, നിങ്ങളല്ലേ പറഞ്ഞ ഓക്കെ എന്ന്. പഠിക്കണമെന്നുണ്ടായിരുന്നു, ഭയങ്കര കൊതി ഉണ്ടായിരുന്നു. പറ്റാത്തോണ്ട് നിർത്തിയാണ്. അത് വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ സാക്ഷരത എന്നൊക്കെ പറഞ്ഞ് പ്രായമായാലും പഠിക്കാം, അത് ചെയ്യാൻ ഓരോന്ന് വാർത്തകളൊക്കെ വരുമല്ലേ. കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് തന്നെ സമാധാനപ്പെടുത്താണ്ടു, ഓ നീ ഇത്രയൊക്കെ പഠിച്ചതാണെന്ന് പറയാൻ. പൈസ കൊടുത്ത് പാസ്സായതാണെന്ന് തോന്നി. ഞാനിപ്പോ കുറച്ച് 7ാം ക്ലാസ് 12 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പുള്ളിക്ക് പറയാൻ പറ്റില്ല. അതിലങ്ങനെയും ചെയ്യാൻ പറ്റില്ല. ദേഷ്യം വന്നിട്ട് ഞാൻ തന്നെ നിന്ന് വിറയ്ക്കും. അങ്ങനെ വരും, ഭയങ്കര കുഴപ്പമാണ്. എനിക്ക് എന്നെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടുള്ള അത്രയും. ജീവിതത്തിൽ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? അത് കൊള്ളും, അത് രണ്ടെണ്ണം കിട്ടുമ്പോ. എനിക്ക് സാധാരണ പടം അല്ലെങ്കിൽ വെബ് സീരീസ് ഒക്കെ സൂപ്പർ ഹിറ്റ് ആയി കഴിയുമ്പോഴാണ് ഇതുപോലെ സമ്മാനങ്ങളൊക്കെ വരുന്നത്. ഇത് അതിൻ്റെ ഒരു തുടക്കമാകട്ടെ. വലിയ ഒരുപാട് സമ്മാനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കാൻ ബാക്കിയുണ്ടാകും. ഞങ്ങൾക്ക് ഉറപ്പാണ് ഇത് സൂപ്പർ ഹിറ്റ് ആണ്. ഇന്ദ്രൻ ചേട്ടാ, പേര് എഴുതിയ അപ്പോൾ താങ്ക് യു. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടങ്ങൾ എടുത്തു വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളും സിനിമകളും സമ്മാനിച്ചിട്ടുള്ളവരും ഇപ്പോഴും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. സ്വാഗതം ലാൽ സർ, ഇന്ദ്രൻ ചേട്ടാ, ഹരിശ്രീ അശോകൻ ചേട്ടാ. പഞ്ചാബി ഹൗസിൽ ഭയങ്കര തമാശയൊക്കെ ആയിട്ട് വന്ന ആൾക്കാർ പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റോളിലാണ് വരണേ എന്നുള്ളത് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാം. ഞാൻ ലാൽ സാറിൽ നിന്ന് തുടങ്ങുകയാണ്. ഇതിപ്പം അതിർത്തി വിട്ടിട്ടുള്ളൊരു സഞ്ചാരമാണ് പുതിയ കേരള ക്രൈം ഫയൽ സീസൺ 2 എന്ന് പറയുമ്പോൾ. ശരിക്കും അങ്ങനെയാണോ? അതിപ്പോൾ നമ്മൾ പോലീസുകാരായി പോയില്ലേ, നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കേരള പോലീസാണ്. കേരളത്തിൽ നടന്നൊരു ക്രൈമിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അതിനകത്തുള്ള സംശയിക്കുന്ന പ്രതികളൊക്കെ കേരളം വിട്ടു പോരുത്, ഇവിടെ തന്നെ നിൽക്കണം. കാരണം കഥ ഞങ്ങൾക്ക് ഇവിടെ തന്നെ പറഞ്ഞു തീർക്കണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രതി പുറത്തേക്ക് പോയേ തീരുള്ളൂ. ഇപ്പം അഹമ്മദ് കബീർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ, പിന്നെ അതുപോലെ കിഷ്കിന്ദാകാന്ഡം എന്ന് പറയുന്ന അത് എഴുതിയ ആളുടെ കഥയുമാണ് വന്നിരിക്കുന്നത്. ആസ് എ ഡയറക്ടർ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അദ്ദേഹം സ്ക്രീൻ പ്ലേ ആണെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും ഭയങ്കര ശ്രദ്ധിച്ച് എടുക്കുന്ന ഒരാളാണ്. ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു സീരീസിൽ അഭിനയിച്ചപ്പോൾ അങ്ങനെ ഒരു ഒബ്സർവേഷൻ നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയാൽ തോന്നിയൊരു കാര്യം എന്തായാലും? ഒബ്സർവേഷൻ ഈ സീരീസിൽ അഭിനയിച്ചപ്പോഴല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ആദ്യത്തെ കേരള ക്രൈം ഫയൽ വന്നപ്പോൾ അത്
സ്ക്രീനിൽ വരുമ്പോഴാണ് ഞാനത് പൂർണ്ണമായിട്ടും കാണുന്നത്. എൻ്റെ അപ്പോഴാണ് അത് എത്ര സൂക്ഷ്മമായിട്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും അന്ന് എന്നോട് ഞാൻ അഭിനയിച്ചപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അർത്ഥങ്ങളുണ്ടെന്നും എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയായിരുന്നു. ഇത് കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിന് വരുമ്പോഴും ഞാൻ അത്ഭുതപ്പെടുത്തിയ ഒരു സ്ക്രിപ്റ്റായിരുന്നു. സ്ക്രിപ്റ്റും അതിൻ്റെ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും ആർട്ടിസ്റ്റുകൾക്ക് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചില രീതിയിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അതല്ല, അത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇതിന് മുമ്പ് പറഞ്ഞിരിക്കുക. അപ്പോൾ ആ സിറ്റുവേഷനിൽ ആ വാക്ക് അവിടെ വന്നാൽ അത് കൃത്യമായിരുന്നു. അതൊക്കെ ഞാൻ അത്ഭുതത്തോടെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ ബാഹുലിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് രീതികളൊക്കെ. എത്ര സൂക്ഷ്മമായിട്ടാണ് അയാൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് ഈ കിഷ്കിന്താണ്ടൊന്നും ഇറങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ പറഞ്ഞു, ബാഹുലെ എൻ്റെ ജീൻ അടുത്ത പടം തുടങ്ങേണ്ട പരിപാടികളൊക്കെ ആലോചിക്കുന്നുണ്ട്, അപ്പോൾ ഒരു പടം നമുക്ക് ചെയ്താൽ കൊള്ളാൻ താല്പര്യമുണ്ട്. അത് അയാളുടെ ഒരു സിനിമകളും കണ്ടിട്ടുമല്ല ഒന്നുമല്ല, ഒരു സീൻ പറഞ്ഞു തന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ഇമ്പ്രഷനാണ്. അപ്പം അങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന മിടുക്കനായിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്ററുമാണ്, അത്രയും മിടുക്കനായിട്ടുള്ള ഡയറക്ടറുമാണ് അഹമ്മദ്. ഇന്ദ്രൻ ചേട്ടാ, ചേട്ടൻ്റെ ക്യാരക്ടറുകൾ നമ്മൾ ചേട്ടൻ ആദ്യ സിനിമ തൊട്ട് ഇവിടം വരെയുള്ള ക്യാരക്ടറുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് മുഖങ്ങൾ ചേട്ടൻ്റെ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള സിനിമകളിൽ, ഇൻഫാക്റ്റ് കൊറോണയ്ക്ക് ശേഷം പലരുടെയും ജീവിതം മാറി മറിഞ്ഞപ്പം ഇന്ദ്രൻ ചേട്ടൻ്റെ പിന്നീട് വന്ന കഥാപാത്രങ്ങൾ വളരെ വ്യത്യസ്തതയുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു കേരള ക്രൈം ഫയൽ സീസൺ 2ലേക്ക് വരുമ്പോൾ ഈ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാനുള്ളൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഞാനങ്ങനെ ചോദിച്ചിട്ടായിരുന്നില്ല പോയത്. എനിക്ക് മധുരം വർക്ക് ചെയ്തായിരുന്നു ഞാൻ. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ചെറുപ്പക്കാരുടെ പടങ്ങൾ ചെയ്യുന്നതിൽ വെച്ച് എനിക്ക് കൂടുതൽ ഒരു ഇഷ്ടം തോന്നി. ഒരു സാധാരണ നമ്മുടെയൊക്കെ ഒരു പഴയ ആളല്ലേ, എക്സ്പീരിയൻസും പ്രായമൊക്കെ നോക്കിയിട്ട് ചില ആനുകൂല്യങ്ങളൊക്കെ തരും. ഇയാൾ അങ്ങനെയൊന്നും തന്നില്ല. ഇയാളങ്ങനെ ആളുടെ മനസ്സിലുള്ളത് വളരെ ചിരിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിച്ചെടുക്കാനുള്ളൊരു അതെനിക്ക് വലിയൊരു കൗതുകം തോന്നിയാണ്. ഡബ് ചെയ്യുമ്പോഴും തൃപ്തിയായില്ലെങ്കിൽ വീണ്ടും വിളിച്ച് പറയാനൊരു മടിയില്ല, അത് ചെയ്യിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മൾ ചെന്ന് നിന്നു കൊടുത്താൽ മതി, അങ്ങ് നന്നായിക്കോളും. അത് അങ്ങനെ എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ അതാണ്. നല്ല ദൈവാധീനം കൊണ്ട് ഇങ്ങനെ ചെന്ന് ചേരും, അതങ്ങ് അവർ നന്നാക്കി കൊണ്ടുപോകും. അങ്ങനെ അപ്പോൾ അത് ഇതിന് വിളിക്കുമ്പോഴേ അപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്തെന്നു ചോദിച്ചു, പോലീസുകാരനാണെന്ന് പറഞ്ഞു, അല്ലാതെ ഞാനൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പരിശ്രീ അശോകൻ ചേട്ടൻ്റെ ട്രോളുകളും ആ ജുബ്ബ ഇട്ടിട്ടുള്ള നിപ്പും ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ, എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ പോകുന്ന ഒരാൾ അത് കാണാത്ത ദിവസങ്ങൾ വളരെ കുറവായിരിക്കും. അത് കണ്ടു കഴിയുമ്പോൾ ഈ ഒരു അവാർഡ് കിട്ടുന്നതിനേക്കാളും സന്തോഷം കിട്ടുന്ന പോലത്തെ ഒരു ഫീൽ എപ്പോഴെങ്കിലും ഹരിശ്രീ അശോകൻ ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ഈ ട്രോളുകളിലൂടെ ഞാൻ എൻ്റെ കഥാപാത്രത്തെക്കാളും ജീവിക്കുക എന്നുള്ളൊരു തോന്നൽ. നമുക്ക് സിനിമകൾ കുറേ നേരത്ത് നമ്മുടെ മനസ്സിൽ വിഷമം ഉണ്ടാവും. എങ്ങനെ എനിക്ക് സിനിമ ഇല്ലല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമ ഇല്ലെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം അത് കൂടുതൽ സന്തോഷം തോന്നാൻ കാരണം ഒരിക്കൽ മമ്മൂക്ക, ലാലേട്ടൻ, അതുപോലെ ജയരാജ്, ഷാജി കൈലാസ് ഇവരൊക്കെ എന്നോട് ഒരിക്കൽ പറഞ്ഞു, നീയൊന്നും സിനിമയില്ലെങ്കിൽ നിന്നെ മറക്കില്ല, കാരണം നീ ചെയ്തു വെച്ച വേഷങ്ങൾ ഇന്നും ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തെ അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത്. പിന്നെ ഈ ട്രോളുകൾ വരാൻ തുടങ്ങിയൊരു കാലഘട്ടത്തിന് മുമ്പാണ് ഇത് പറഞ്ഞത്. ട്രോളുകൾ വന്നപ്പോൾ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഞാനുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും സിനിമയില്ലാതെ ഇനി വിഷമിക്കണം എന്തിനാണ്? സിനിമ ശരിക്കും ഒരു ഇൻകമാണ്, അതിലൂടെ നല്ല വേഷങ്ങളും ചെയ്യാൻ പറ്റുക, അത് ഒത്തു കിട്ടുന്നതാണ്. അപ്പം ആ ഒരു ഇംഗത്തിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല നല്ല വേഷങ്ങൾ വന്നാൽ ചെയ്യാം. പക്ഷേ അതിലൂടെ കിട്ടുന്ന വേഷങ്ങൾ ജനങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ളൊരു സുഖവും സന്തോഷമൊക്കെ നമുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ട്രോളുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പോഴും വേഷങ്ങളില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മളിഞ്ഞ് മരിച്ചു പോയാലും ശരിയാണ്, നമ്മളൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും. ആ ഒരു സന്തോഷം ഇപ്പോഴും ഉണ്ട്. അതുപോലെ ലാൽ സാറിൻ്റെ ട്രോളുകളാണെങ്കിലും ഭയങ്കര രസമാണ്. ഈ ഐഡൻറ്റിറ്റി നിങ്ങളുടെ 3 പേരുടെയും പ്രത്യേകതയാണ്, ശബ്ദം കൊണ്ട് തിരിച്ചറിയാം. വേറൊരാൾ ഡബ് ചെയ്യുകയോ നിങ്ങളുടെ തമാശകൾക്ക് വേറൊരാളുമായിട്ട് ചേർന്നിട്ടുള്ളതല്ല നിങ്ങളുടെ തമാശകൾ. ഇപ്പോൾ ലാൽ സാറിൻ്റെ പല ട്രോളുകളും കണ്ടുവരുമ്പോൾ ചില സമയത്തൊക്കെ അത് സ്ത്രീകളുടെ ഇതൊക്കെ വെച്ചും ഡ്രാമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ട്രോളുകളൊക്കെ കാണും. അപ്പോൾ ഈ ട്രോളുകൾ കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും ലാൽ സാറിന് ദേഷ്യം വരാറുണ്ടോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അവരെക്കുറിച്ച് ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. ദേഷ്യമല്ല, രസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് നുണയുടെ അംശം ഉണ്ടാകും. കാരണം അങ്ങനെ രസിക്കാനൊന്നും പറ്റുന്നില്ല, ചിലതൊക്കെ നമുക്ക് ഒരു വിഷമമൊക്കെ തോന്നും. പക്ഷെ സന്തോഷിക്കാറുണ്ട്. സന്തോഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തോ ആയതുകൊണ്ടിട്ടാണ് നമ്മളെപ്പറ്റി ട്രോള് വരുന്നത്. നമ്മളൊന്നുമല്ലാത്ത ഒരാളാണെങ്കിൽ ഈ ട്രോള് വരില്ല. ഒരു ട്രോളുണ്ടാക്കുന്നവൻ ഒരു സംഭവം ഇടുന്നുണ്ടെങ്കിൽ അത് ഇയാളെ വെച്ചിട്ട് നമുക്കിത് ഇടാമെന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്തോ ആയതുകൊണ്ടാണ്.
പിന്നെ ഈ ഗൗരവം ഞാനൊക്കെ ആദ്യമൊക്കെ കരുതിയിട്ടുണ്ട് ഈ വലിപ്പം. എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, കുറച്ചും കൂടിയൊക്കെ തടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തടിയും വലിപ്പമൊക്കെ ഉള്ള പറ്റിയ മഹാഭാഗ്യമാണെന്ന് കരുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഇന്ദ്രൻസിൻ്റെയും ഈ അശോകൻ്റെയും ഒക്കെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാകുന്നത്, ഇവരുടെയൊക്കെ ഈ ചെറിയ ശരീരത്തിന് ഈ ചെറുതാകും തോറും അതിനകത്ത് ദുരൂഹതകൾ കൂടുതലാണ്. ഇന്ദ്രൻസൊക്കെ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് വേഷങ്ങൾ ചെയ്യുമ്പോൾ ഇയാൾ ഏതൊരു പടത്തിന് ജഡ്ജായിട്ടൊക്കെ വരുന്നില്ലേ. അപ്പോൾ ജഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻസിനൊക്കെ ചിന്തിക്കാമെന്ന് പറഞ്ഞത് ഭയങ്കര അക്രമമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ ജഡ്ജായിട്ട് വന്നപ്പോഴാണ് അയാൾ ശരിക്കും റിയൽ ജഡ്ജ് അവിടെ ഇരിക്കുന്നു. അയാൾ എന്ത് വേണമെങ്കിലും പറയാം, എങ്ങനെ വേണമെങ്കിലും പെരുമാറാം എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ഒരു വില്ലനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇയാൾ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറയുന്ന പേടിയുണ്ടാക്കും. കാരണം ഇതൊരു ചെറിയ രൂപമാണ്. ഈ വലിയ രൂപമുള്ളവർക്ക് പെട്ടെന്ന് വിലയിരുത്താൻ പറ്റും. ഇത് ഇത്രേ ഉള്ളൂ, ഇയാൾ ചിലപ്പോൾ കയറി ഇടിക്കുമായിരിക്കും എന്നൊക്കെ പറയുന്ന ബലവും ശക്തിയൊക്കെ അല്ലാതെ മറ്റേതിനുള്ള ചെറുതിൻ്റെ ഈ നഞ്ചെന്തിന് നാനാഴി എന്ന് പറയൂലേ എന്ന് പറഞ്ഞുകൊണ്ട് ചെറുത് നിസ്സാരമല്ല. പക്ഷെ ഇന്ദ്രൻ ചേട്ടൻ്റെ ആദ്യകാലങ്ങളിലെ ട്രോളുകളും ഒക്കെ വന്നിരുന്നത് പലപ്പോഴും ബോഡി ഷേമിങ്ങിൻ്റെ ഒരു ബോർഡറിൽ കൂടെ പോയിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പം അമ്മ കോളേജിലൊക്കെ പഠിച്ചപ്പോൾ മെലിഞ്ഞിട്ടിരുന്നിട്ട് അമ്മയെ നീർക്കോലി, മുരിങ്ങാക്കോല് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ വലിയ സങ്കടമാണ് കോളേജിലും സ്കൂളിൽ 11th 12th ഒക്കെ ഈ സാരി അന്ന് തൊട്ട് ഉടുത്തു പോയതൊക്കെ. ഇന്ദ്രൻ ചേട്ടനെ കൊടക്കമ്പി, അന്ന് മെലിഞ്ഞ ആളുകളെ വിളിക്കണം, അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ചേട്ടൻ ചിരിച്ചെടുക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. വീട്ടിലിപ്പം ശാന്തകുമാരി ചേച്ചിയൊക്കെ ആണെങ്കിലും ചേച്ചിക്കൊക്കെ വിഷമം വന്നിട്ടുണ്ടോ, എൻ്റെ ഭർത്താവിന് ഇവരിങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുക. എന്തെങ്കിലും ഒരു രൂപം കിട്ടിയാൽ അത് രക്ഷപ്പെട്ടു, അങ്ങനെ നിൽക്കുകയല്ല. അതുകൊണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല. തന്നെയല്ല, എനിക്ക് അതൊക്കെ തിരിച്ചറിയാറായിരുന്നു. അപ്പോഴേക്കും ഈ സിനിമാക്കാരുടെ കൂടെ നടന്നും പരിചയിച്ചൊക്കെ അതൊരു ക്യാരക്ടറിൻ്റെ അല്ലേ എന്നൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞു. മോളൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ട് അമ്മേൻ്റെ അടുത്ത് പരാതി പറയും. അയാളങ്ങനെ, ഞാൻ അയാളുടെ ഫാദറിനൊന്നും പറഞ്ഞില്ലല്ലോ, എൻ്റെ ഫാദർ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, അയ്യോ അപ്പോൾ അത് അവർക്കൊക്കെ അങ്ങനെ വിഷമം തോന്നിയോ എന്നൊക്കെ തോന്നുന്നുണ്ട്. എനിക്കങ്ങനെ സത്യമായിട്ടും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ ആണെങ്കിൽ തമാശകൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ കൊച്ചിൻ ഹനീഫ ചേട്ടൻ്റെ കൂടെയാണെങ്കിലും സിനിമകൾ എടുത്തിട്ടില്ല, ഇപ്പോൾ CID മൂസ ഏത് സിനിമകൾ എടുത്തിട്ടുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരക്ടറിനെ കളിയാക്കുന്ന ഒരുപാട് സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയിട്ട് ഇപ്പം നമ്മളെല്ലാം എടുക്കുന്നതിനെ ഒരു ബോഡി ഷെയ്മിങ്ങുമായിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഒരുപാട് റോളുകൾ പറയുക. അതായത് ഒരു ക്യാരക്ടർ മറ്റേ ക്യാരക്ടറിനെ കളിയാക്കുകയാണെന്നും അതൊരു സിനിമയാണെന്നും മനസ്സിലാക്കാൻ വയ്യാത്ത രീതിയിലേക്ക് ആളുകൾ മാറുന്നുണ്ടോ എന്നുള്ള ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഹരിശ്രീ അശോകൻ ചേട്ടൻ ഇത്രയും വേഴ്സറ്റൈലായിട്ട് ഇത്രയും റോളുകളും അങ്ങനത്തെ റോളുകളും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതെന്താണ് ആളുകൾക്ക് മനസ്സിലാവാത്ത, ഇതൊരു സിനിമയല്ലേ, ഇതിനെ തമാശയായിട്ട് എന്താ എടുക്കാൻ പറ്റാത്ത, അതിൽ ഇത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അത്രേ ഉള്ളൂ അതിൽ മറുപടി. അങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ടാണത്. അങ്ങനെ ചിന്തിച്ചാൽ എടുക്കാത്ത കാര്യമുള്ളൂ. അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ അതിനെ ഭയങ്കര സീരിയസ് ആയി, ഇതൊരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സംഭവങ്ങളാണത്. അത് ആ സമയത്ത് കണ്ട് ആസ്വദിക്കാമല്ലോ, അതിനെ തൂങ്ങി അതിൻ്റെ പുറകെ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. അല്ലാതെ ഈ ബോഡി ഷേമിങ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ബന്ധത്തിൻ്റെ സംഭവം കിടപ്പുണ്ട്. അതാണ് പലരും മറന്നു പോകുന്നത്. ബോഡി ഷേമിങ് നല്ല കാര്യമാണെന്ന് പറയുന്നതല്ല, മോശപ്പെട്ട കാര്യം. പക്ഷെ ഞാനും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഭാര്യ എന്ന് കരുതുക, ഭാര്യയെടുത്ത് ഞാൻ ബോഡി ഷേമിങ് രീതിയിലുള്ള വർത്തമാനങ്ങൾ തമാശയിൽ കൂടി പറയുന്നത് കേട്ടിട്ട് അത് ബോഡി ഷേമിങ് എന്ന് പറയാൻ പറ്റില്ല. അതൊരു രസകരമായിട്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെടുത്ത് അത് ആ റിലേഷൻ്റെ കാര്യം വരുമ്പോൾ അതൊന്നും പ്രശ്നമല്ല. നീ കള്ളനാണെന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ കള്ളനാണെന്നല്ല അതിനർത്ഥം. അല്ലെങ്കിൽ നീ എന്തൊരു തടിയാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തടിയെ കളിയാക്കലല്ല ആ സമയത്തുള്ള ആ റിലേഷൻ്റെ. ഒരു പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോഴത്തേനും വല്ലാണ്ട് തടിച്ചു പോകട്ടെ എന്തൊരു തടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൃത്തികേടാത്, അത് ബോഡി ഷേമിങ് ആണ്. പക്ഷെ അതല്ലാത്ത ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബന്ധങ്ങളുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ അവർ തമ്മിൽ പറയുന്നതിനകത്ത് എന്താ തെറ്റ്? അതിനകത്തൊരു കളിയാക്കലില്ല, അതിനകത്തൊരു ഹ്യൂമറിൻ്റെ ഭാഗമുള്ളൂ. ഇപ്പോൾ സിനിമയിലുള്ള രണ്ട് അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയുമ്പോൾ അതിനെ ബോഡി ഷേമിങ് എന്നും കൊണ്ട് കൂട്ടുമ്പോഴാണ് നമുക്ക് പ്രയാസമുള്ളൂ. അത് ബോഡി ഷേമിങ് അല്ല, അവർ തമ്മിലുള്ള റിലേഷൻ്റെ സ്വാതന്ത്ര്യമാണ്. നമ്മളപ്പോൾ അതിനകത്ത് കൂടി ചിലപ്പോൾ പറയുന്നത് അവർ തമ്മിൽ എന്തൊരു ഫ്രണ്ട്സാണ്, എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്, എന്തോ അക്രമമാണ് പറയുന്നത്. പക്ഷെ അവർ തമാശയായിട്ട് എടുത്തു എന്ന് പറയുന്നത് അവരുടെ ബന്ധത്തിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കുക. ബോഡി ഷേമിങ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കൊണ്ട് ഫിക്സ് ചെയ്യുമ്പോഴേ അതിനകത്ത് കുഴപ്പമുള്ളൂ.
ചേട്ടാ അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതിലൊരു അതിർത്തി വരയ്ക്കണം എന്നുള്ളത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാരണം ഈ സിനിമകളിലേക്ക് വരുമ്പോൾ വീണ്ടും വീണ്ടും ഇത് ചർച്ചയാവുന്നൊരു വേളയിൽ നമ്മൾ ഇപ്പം ചില സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇപ്പോൾ ക്യാരക്ടർ എഴുതുമ്പോൾ, എനിക്ക് പേര് ഞാൻ ഓർക്കുന്നില്ല, പറഞ്ഞത് ഞാനിപ്പോൾ 100 തവണ ആലോചിച്ചിട്ടാണ് ഒരു സീൻ എഴുതുന്നത്, ഇത് കറക്റ്റായിട്ട് വരുമോ, ഇത് ആളുകൾ എങ്ങനെ പെർസീവ് ചെയ്യും എന്നുള്ളത്. അപ്പം ഇത് അഭിനയിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇതിലൊരു ബോർഡർ വരയ്ക്കണം അങ്ങനത്തെ ചിന്തയിൽ അഭിനയിക്കാനായിട്ട് പോയിട്ടുണ്ടോ ഈ ഇത്തരം? ഇല്ല, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും, ഡയറക്ടറായിട്ടും സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ഡിസ്കസ് ചെയ്യും, ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളത്. അതിപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ അറിയാമല്ലോ, ഇത് കുഴപ്പമുണ്ടാകുന്ന കാര്യമാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും സീനില്ല. അപ്പോൾ നമ്മൾ ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പറയണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് കുഴപ്പമില്ല അപ്പോൾ അവർ വിവരിച്ച് തരും. ഇതിങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്ക് ഇനി വരുന്ന സീനുകളിൽ ഇങ്ങനെ ഇതുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതാൻ കാരണം, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. അങ്ങനെ മനഃപൂർവ്വം കളിയാക്കുന്ന പോലെ അങ്ങനൊന്നുമല്ല ചെയ്യുന്നത്. അത് ഈ നേരത്തെ ലാല് പറഞ്ഞല്ലോ, ആ റിലേഷൻ വെച്ചിട്ട് വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് അങ്ങനെ എഴുതുന്നത്. അല്ല ഒരാളെ വെറുതെ കണ്ടിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പരിചയമില്ലാത്ത ഒരു തടിയനെ കണ്ടിട്ട് എന്ത് തടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വിഷമം തോന്നും. അപ്പോൾ ഇത് കഥാപരമായിട്ട് ഇതിലെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞാലേ പറ്റുള്ളൂ എന്ന് റൈറ്റർ പറയും, അല്ലെങ്കിൽ ഡയറക്ടർ പറയുമ്പോൾ നമ്മളത് പറയുന്നു. നമ്മളൊരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് മൊത്തമായിട്ട് കേൾക്കുക, അതിൻ്റെ ഡയലോഗ്സ് കേൾക്കുക, എന്തൊക്കെയാണെന്ന് കേട്ടിട്ട് ആണ് നമ്മൾ കമ്മിറ്റ് ചെയ്യേണ്ടത്. അത് കമ്മിറ്റ് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അത് കേൾക്കാനും നിന്നില്ല, എന്താണെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നമ്മളവിടെ ചെല്ലുകയാണെങ്കിൽ അവർ പറയുന്ന അനുസരിച്ചേ പറ്റുള്ളൂ നമുക്ക്. അതല്ല ആ സമയത്താണ് നമുക്ക് തോന്നിയെങ്കിൽ പോലും അത് കുഴപ്പമാണോ എന്ന് ചോദിക്കാനേ നമുക്ക് പറ്റുള്ളൂ. കുഴപ്പമൊന്നുമില്ല, അത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് പറയാൻ ബാധ്യസ്ഥനാണ് നടൻ. അല്ലാണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള ഡയലോഗുകൾ പറയാനായിട്ടല്ല അവിടെ ചെല്ലുന്നത്. നമ്മൾ ചെല്ലുന്നത് ഒന്നില്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് കൃത്യമായിട്ട് കേട്ടിരിക്കണം, അതല്ലെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞ അനുസരിച്ചേ മതിയാവുള്ളൂ. ഞാൻ എത്ര പടങ്ങൾ സംവിധാനം ചെയ്ത ആളാണെങ്കിലും എത്ര പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ആളാണെങ്കിലും ഞാനിപ്പോൾ വരുന്ന പുതിയൊരു ഡയറക്ടർ പടത്തിന് അഭിനയിക്കുമ്പോഴും ഞാൻ അയാളെ സാറേ എന്ന് വിളിക്കാറുള്ളൂ, അയാൾ പറയുന്ന അനുസരിക്കാറുണ്ട്. ഇടയ്ക്ക് നമ്മൾ പറയും അത് ഇങ്ങനെ ആക്കിയാൽ കുഴപ്പമുണ്ടോ, ഇല്ല എന്ന് പറഞ്ഞില്ല, അതാ വേണ്ട ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയും ഞാൻ. എനിക്കതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ആദ്യം തന്നെ ഇവർക്ക് ക്ലാസ് എടുക്കും. നിങ്ങൾ എന്താണെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ശരിയല്ലെങ്കിൽ അപ്പോൾ പറഞ്ഞേക്കൊണ്ട്. നമുക്ക് ഈ പടത്തിൻ്റെ ടോട്ടാലിറ്റിയെ പറ്റി അറിയില്ല, ആ ഒരു സീൻ വെച്ചിട്ടാണ് നമ്മൾ കയറിയിട്ട് അഭിപ്രായം പറയുന്നത്. അവരുടെ മനസ്സിലായിരിക്കണം ഈ ടോട്ടാലിറ്റി മൊത്തം ഉണ്ടാകേണ്ടത്. അപ്പോൾ അത് തീരുമാനിക്കേണ്ട ഡയറക്ടറും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററോ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. നമ്മളൊരു സീനിൽ ഇംപ്രവൈസ് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഐഡിയയിൽ വരികയാണെങ്കിൽ പോലും അത് റൈറ്ററിൻ്റെയും ഡയറക്ടറിൻ്റെയും സജഷൻസ് പറഞ്ഞ് നമുക്ക് കൊടുത്തിട്ടേ നമ്മൾ പറയാറുള്ളൂ. ഇത് പറഞ്ഞോ ഇത് നല്ലതാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ പറയാറില്ല. അത് ഇംപ്രവൈസ് ചെയ്യുന്ന സമയത്ത് ആ വാക്ക് അല്ലെങ്കിൽ ആ പ്രയോഗം അവിടെ അത് പറയാൻ പറ്റിയതാണോ എന്ന് മാത്രം അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ആ ടോട്ടാലിറ്റി അവരുടെ മനസ്സിൽ കിടക്കുകയാണ്. നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന സീൻ വൈസ് ഇവർക്ക് അറിയാം, കംപ്ലീറ്റ് ഡയലോഗൊക്കെ ഇവർക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മൾ പറഞ്ഞതിന് ശേഷമേ പറയാറുള്ളൂ. അത് വേണമെങ്കിൽ അത് സ്വീകരിക്കും. ഇപ്പോൾ ഈ അമ്പിളിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണ്, പുള്ളി ഷോട്ട് എടുക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചില ഡയലോഗ് പറയും, ചില മൊമെന്റ്സ് അതൊട്ടും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. റിഹേഴ്സൽ ഉണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെ ചെയ്യാനേ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡയറക്ടർ നിർബന്ധമായിട്ടും പറയണം, ഒന്നില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നു എന്ന് പറയണം, അല്ലെങ്കിൽ നന്നായിരുന്നു അതുകൊണ്ട് ഓക്കെ എന്ന് പറയണം, അതല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റണം. അതല്ലാതെ അതൊരു കഴിവായിട്ടും അതൊരു മിടുക്കായിട്ടും വെക്കുന്നത് ഒട്ടും ശരിയായിട്ടൊരു കാര്യമല്ല. അത് ഏത് വലിയ നടനാണെങ്കിലും അത് എന്താണെന്ന് വെച്ചാൽ ആ സീൻ ഹർട്ട് ചെയ്യുമോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മളൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ പോയിരിക്കും. നമ്മുടെ ഡയലോഗ് ഇങ്ങനെ അപ്പോൾ ഇയാൾ പറഞ്ഞു നിർത്തുന്ന ഡയലോഗിൻ്റെ അവസാന വാക്ക് ഇതാണ്, ആ വാക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഡയലോഗ് പറയേണ്ടത്. അത് ആ കണക്ഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് പറയാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ചിലപ്പോൾ നമ്മളിത് പറഞ്ഞൊപ്പിക്കുമായിരിക്കും, പക്ഷെ അത് നമ്മുടെ പറഞ്ഞൊപ്പിക്കലാവും. അപ്പോൾ വീക്കാകുന്നത് ഈ നടനാണ്. അദ്ദേഹം അവിടെ ജയിക്കും, ഇവിടെ ഒരാൾ പരാജയപ്പെടും എൻ്റെ ഒപ്പം. അപ്പോൾ അതുകൊണ്ട് അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ സ്വന്തമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഇടുക എന്ന് പറയുന്നത് ഒട്ടും നല്ല ലക്ഷണമല്ല. ഹരിശ്രീ അശോകൻ ചേട്ടനെ ആകുമ്പം സലീം കുമാർ ചേട്ടനായിട്ട്, കൊച്ചിൻ ഹനീഫ ചേട്ടനായിട്ട് ഇവരെല്ലായിട്ടും ഒരുപാട് ഉഗ്രൻ കോമ്പിനേഷൻ സീനുകൾ ചെയ്തിട്ടുണ്ട്. ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ ആ ഇപ്പം CID മൂസയൊക്കെ വന്നു കഴിയുമ്പോൾ മൂക്കിൽ ഇത് ഒട്ടിച്ച് വന്നിട്ടുള്ള ഇതും വണ്ടി ഓടിച്ച് പോകുന്നതും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വരുമ്പോൾ ഒരുപാട് കോമ്പിനേഷൻ സീൻസ് പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അതായത് ഈ കോമ്പിനേഷൻ സീൻസ് ഇല്ലെങ്കിലത്തെ എൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും, എൻ്റെ അതിൻ്റെ ഔട്ട് എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ഒരു ചിന്ത? അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. സിനിമ നടക്കുമ്പോഴും
നമ്മൾ ആദ്യം കഥ കേൾക്കുന്നു, അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലേ നമ്മൾ സ്വീകരിക്കുള്ളൂ. തിരക്കുള്ള സമയത്തൊക്കെ നമ്മൾ എല്ലാം ഞങ്ങൾ ചെയ്തും പോകും. മനസ്സിലായില്ലേ? അതല്ല, നമ്മൾ സിനിമ കേട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സീൻ എടുക്കാൻ നേരത്ത് നമ്മളതിന് ഒന്ന് നമ്മുടേതായ രീതിയിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്താലോ എന്ന് ഡയറക്ടറോട് ചോദിക്കും. എന്നിട്ട് അവരുടെ പെർമിഷനോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതില്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങോട്ട് ഇല്ലാതെ അങ്ങനെ ഒന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. നിങ്ങളുടെ വില്ലൻ കഥാപാത്രങ്ങൾ ഇപ്പം ആദ്യം ജോണി വാക്കർ സിനിമയിൽ ലാൽ സാറിനെ വില്ലനായിട്ട് വിളിച്ചതാണ്. അപ്പം എനിക്ക് വേണ്ട വില്ലൻ എന്നും പറഞ്ഞിട്ട് ഒഴിവാക്കിയതാണ്. എന്നിട്ട് കളിയാട്ടത്തിൽ വന്നിട്ട് ഒരു വെറുക്കുന്ന, അല്ലെ കണ്ടിരിക്കുന്നവൻ ആ ഇൻഡെപ്തിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നിങ്ങളുടെ പല ക്യാരക്ടേഴ്സും കണ്ടു കഴിയുമ്പോൾ ദേഷ്യവും വെറുപ്പും വരും, പ്രത്യേകിച്ച് ലാൽ സാറിൻ്റെ ക്യാരക്ടേഴ്സ്. അപ്പം അതിലൊരെണ്ണമാണ് കളിയാട്ടം. അന്ന് വില്ലൻ കഥാപാത്രം വേണ്ടെന്ന് പറഞ്ഞ ആൾ പിന്നീട് കളിയാട്ടം പോലൊരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വില്ലൻ ആയിക്കോളാം എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ. അല്ല, ആദ്യം അത് കേൾക്കുമ്പോൾ അന്ന് ഞങ്ങള് വളരെ നല്ല ഡയറക്ടേഴ്സ്, നല്ല ചെറുപ്പക്കാർ, ഒരു കുഴപ്പത്തിനുമില്ല എന്നൊക്കെ പറയുന്ന, നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ നല്ല പേര് കിട്ടിയിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ഒട്ടും നമ്മൾ ചീത്താകാൻ പാടില്ല എന്ന ഒരു ബാധ്യതയും കൂടി വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ. അങ്ങനെ എല്ലാവരും നല്ല പിള്ളേർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുഴപ്പമൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പടം വരുന്നത്. അപ്പം അതിനകത്ത് വില്ലൻ കഞ്ചാവും മറ്റതൊക്കെ ഇട്ട് നടക്കുന്ന, ഡ്രഗ്സും ഒക്കെ ഇട്ട് നടക്കുന്നൊരു സ്വാമി എന്ന് പറഞ്ഞൊരു വില്ലൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇമേജിന് അത് ഭയങ്കരമായിട്ട് കുഴപ്പമാകും എന്നുള്ളതാണ് നമുക്ക് അന്ന് തോന്നിയത്. അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞത്. പക്ഷേ കാലം കഴിയുന്നവർ നമുക്ക് ബുദ്ധിയും കൂടുമല്ലോ. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ബുദ്ധി വെച്ചപ്പോഴാണ് ഈ കളിയാട്ടത്തിന് വന്ന് വീണ്ടും വിളിച്ചപ്പോൾ അപ്പോൾ അതിൻ്റെ പുറത്ത് അതൊരു ഷേക്സ്പിയറിൻ്റെ ഒരു ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ അത് മിസ്സാക്കുന്നത് ശരിയല്ല എന്ന് ഡയറക്ടർ സിദ്ദിഖും പിന്നെ നമ്മുടെ ഫാസ്റ്റ് സാറിൻ്റെ അനുജനുണ്ടായിരുന്നു കൈസ്. അപ്പോൾ അവർ പറഞ്ഞത് ചെയ്യണോട്ടോ, കളയരുത്, ഭയങ്കര ചാൻസ് അല്ലേ, ഇങ്ങനെയാണ് അത് ചെയ്തത്. കൊറോണ, ഞാൻ നേരത്തെ പറഞ്ഞു, കൊറോണ കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതം മാറിയതിൽ ഒരാൾ ഇന്ദ്രൻ ചേട്ടനാണ്. ഈവൻ ദോ അപ്പോൾ തിക്കിരിയിലൂടെ 2014 ചേട്ടൻ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും കൊറോണയ്ക്ക് ശേഷമുള്ള റോളുകൾ ഭയങ്കര വ്യത്യസ്തമായ റോളുകളാണ്. എങ്കിൽ പോലും ചേട്ടൻ ഇപ്പോഴും റോളുകൾ എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, ബാനർ നോക്കാതെ, ഒരു ഡയറക്ടർ പുതിയതാണോ പഴയതാണോ അങ്ങനെയൊക്കെ നോക്കാതെ ചൂസി ആയിട്ടല്ല ഇപ്പോഴും ക്യാരക്ടേഴ്സ് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് നോ പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണോ അതോ എല്ലാം എനിക്ക് ചെയ്യണം എന്നുള്ളതിൽ നിന്നാണോ? എന്താണ് ആ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുന്നതിന് പിന്നിൽ? ഒരു ആർത്തിയുണ്ട്, ചെയ്യണമെന്ന് ആർത്തിയുണ്ട്, എന്നാൽ നല്ലതാവണമെന്ന് കൊതിയുണ്ട്. പൈസ ആർത്തി അല്ല, അഭിനയിക്കാനുണ്ട്, അതും ഇല്ലായികയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം, അതങ്ങ് മാറ്റാം, അതിനു വേണ്ടിയൊന്നും വരാറൊന്നുമില്ല. വരുന്നത് നന്നാവട്ടെ എന്ന് വിചാരിച്ച് അവരോട് നിൽക്കാമെന്നുള്ളത്. അങ്ങനെ അല്ല, ഇന്ദ്രൻസ് കോസ്റ്റ്യൂമർ ആയിരുന്നല്ലോ. അപ്പം അന്നും എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഊഹമാണ്, അന്നും സിനിമകൾ സെലക്ട് ചെയ്യുന്നത് കഥയൊക്കെ നല്ലതാണെങ്കിൽ ചെയ്യാം, ഹരിഹരനാണോ എങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ല, കിട്ടുന്ന പടമൊക്കെ ചെയ്യുമായിരുന്നു അല്ലേ? ആദ്യം വരുന്നത് എന്നുവെച്ചാൽ ഒരിക്കലും ഒരു കോസ്റ്റ്യൂം വിടാത്തതാണ് ജയരാജ് സാറിൻ്റെ, സത്യനന്ദിക്കാട് സാറിൻ്റെ ഒക്കെ അന്ന് പടം ചെയ്യാൻ കോസ്റ്റ്യൂമർമാരങ്ങനെ ചാൻസ് ഒന്നും കിട്ടത്തില്ല. അതൊക്കെ വിട്ടിട്ടുണ്ട്, കാരണം അതിനു മുമ്പ് ഏറ്റത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നൊരാൾക്ക് പിന്നെ അഭിനയിക്കാൻ തുടങ്ങിയോ പെട്ടെന്ന് ഞാൻ സെലക്റ്റീവ് ആണെന്നൊക്കെ പറയാനുള്ള ബുദ്ധിമുട്ട് വന്നു. ഉള്ളത് കൂടെ പോകും. ഞാൻ പറഞ്ഞു, ജന്മനാ ശരീരത്തിൽ ഉള്ളതാണ് ഈ എളിമയും കാര്യങ്ങളും. അതൊരു ഭാഗ്യം പോലെ കിട്ടിയിട്ടുള്ളതാണ്, അതിൻ്റെ ഗുണങ്ങളും ഉണ്ടാവും. അതാണ് ഇന്ദ്രൻസ്. അപ്പം ചോദിക്കാറുണ്ടോ ഇപ്പം, അതായത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ്, ഇപ്പം ഇന്ദ്രൻ ചേട്ടന് ഏത് റോളും ചോദിക്കാൻ പറ്റും, നിങ്ങളെല്ലാവരും അങ്ങനെ തെളിയിച്ചിട്ടുള്ളവരാണ്. ഏത് തരം ക്യാരക്ടേഴ്സും അതിനുള്ള അടുപ്പങ്ങളുണ്ട് ഇൻഡസ്ട്രിയിൽ. ഇന്ദ്രൻ ചേട്ടൻ എപ്പോഴെങ്കിലും ചില ഇതൊക്കെ കാണുമ്പോൾ, ഞാൻ ഈ നെഗറ്റീവ് ഇതൊക്കെ കാണുമ്പോൾ അത് ചോദിച്ച് മേടിച്ചതാണോ അതോ അന്വേഷിച്ച് വന്നതാണോ? ഇല്ല, ഒന്നും ചോദിച്ച് മേടിച്ചതൊന്നുമല്ല. ക്യാരക്ടർ എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിശയം തോന്നിയത് ഞാൻ എന്നെ കൊണ്ട് താങ്ങുമോ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടേ ഉള്ളൂ. അപ്പോൾ അയാൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അല്ല, ഞാനും സിനിമകൾ ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഒരു വേഷം വേണമെന്നുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ബാധ്യത മുഴുവൻ നമുക്കാണ് അത് മനോഹരമാക്കേണ്ടത്. വേറൊരു പടം വരുമ്പോൾ പഞ്ചാബി ഹൗസ് തന്നെ എടുത്തോളൂ. പഞ്ചാബി ഹൗസിൽ 2 ഡാൻസ് ഉണ്ട്. ഞാനൊരിക്കലും ഡാൻസ് ചെയ്യണമെന്ന് ഞാൻ ഒരു പടത്തിൽ ഇപ്പോഴും പറയില്ല. പക്ഷെ റാഫി മക്കാട്ടിനും പറയുന്നു ലാലേട്ടന് പറ്റും, അത് ഞങ്ങൾ ജയിച്ചോളാം. അപ്പോൾ റെസ്പോൺസിബിലിറ്റി അങ്ങോട്ട് പോവുകയാണ്, നമുക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. തെലുങ്കിൽ നിന്ന് പടത്തിന് വിളിക്കുന്ന ഇഷ്ടംപോലെ പടങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വിളിക്കുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞാൽ എനിക്ക് ഒരക്ഷരം തെലുങ്ക് അറിയില്ല കേട്ടോ എന്നുള്ള ആദ്യം പറയുന്നത്. അതൊക്കെ സാറ് ചെയ്തോളാം, അതൊക്കെ ഞങ്ങൾക്ക് ധൈര്യമാണ്, ഞങ്ങൾക്ക് ഒപ്പം. ഓക്കെ, അപ്പോൾ അവരുടെ കോൺഫിഡൻസാണ്. പിന്നെ ഉത്തരവാദിത്വം അവരുടെയാണ്, അവരാണ് അതിൻ്റെ എല്ലാം ചെയ്യേണ്ടത്, നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ആ
ഒരു രീതിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ആ ആംഗിളിൽ ആദ്യമായിട്ടാ ചിന്തിക്കണേ. ശരിയാണ്, നമ്മൾ ചോദിച്ചു മേടിച്ചാ പിന്നെ നമ്മുടെ തലയിലായി. പിന്നെ ആ രാജാവിന്റെ വർഷം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ ഉത്തരവാദിത്തമാണ്. മറ്റത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ആരും കുറ്റബോധമില്ല. അങ്ങനെയല്ല സാറേ, ഇങ്ങനെ ശരി നോക്കാം, ഒന്നും ട്രൈ ചെയ്യും, പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞുകൂടെ തന്നെ. നിങ്ങളല്ലേ സെലക്ട് ചെയ്ത്, നിങ്ങളല്ലേ പറഞ്ഞ ഓക്കെ എന്ന്. പക്ഷേ ഹരിശ്രീ അശോകൻ ചേട്ടാ ഇപ്പോൾ 2005 ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ വന്നു കഴിയുമ്പോൾ ചേട്ടൻ ഈ ഒന്ന് മാറ്റി പിടിച്ച ഒരാളാണ്. എന്നും നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഹരിശ്രീ അശോകൻ ചേട്ടൻ. പക്ഷെ ചേട്ടൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഐ നീഡ് ടു ചേഞ്ച്, അങ്ങനത്തെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു മൂവായിരുന്നു. ഇല്ല, നമ്മൾ ഈ കോമഡി തന്നെ ചെയ്തിരിക്കുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു വേഷം ചെയ്യണമെന്ന്. അങ്ങനെ തോന്നൽ വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കണത്. പക്ഷെ അത് സക്സസ് ആയാൽ നമ്മൾ ചെയ്ത് ശരിയായി എന്നൊരു തോന്നൽ നമുക്ക് വരും. പക്ഷെ അങ്ങനെയുള്ള പടങ്ങൾ ഓടിയാൽ മാത്രമേ വീണ്ടും നമുക്ക് അങ്ങനെയുള്ള വേഷങ്ങൾ കിട്ടുള്ളൂ. അത് ആ പടങ്ങൾ ഓടാതെ വരുമ്പോഴാണ് പരാജയപ്പെടുന്നത്. പക്ഷെ അതിന് നമ്മുടെ കഴിവുകളൊന്നും പോയിട്ടൊന്നുമില്ല. വീണ്ടും അതുപോലുള്ള സിനിമകൾ വന്നപ്പോഴാണ് നമ്മൾ അങ്ങനെയുള്ള സിനിമകൾ അഭിനയിക്കാൻ തുടങ്ങി. ഇപ്പോഴും കുറേ സിനിമകൾ, ഇപ്പോൾ 6-7 പടങ്ങൾ എൻ്റെ റിലീസ് ചെയ്യാനുണ്ട്. എല്ലാം സീരിയസ് ക്യാരക്ടറാണ്. 2 പടം ഇപ്പോൾ ഒന്ന് കോമഡി കഴിഞ്ഞു, ഒരാളത്തെ കോമഡി ചെയ്യാൻ പോകുന്നു. പിന്നെ വളരെ സീരിയസ് ആയിട്ട്, അതിപ്പോൾ ചെയ്ത സീരിയസ് പടങ്ങളെക്കാളും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സീരിയസ് ക്യാരക്ടർ ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ കുറേ സംഭവങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഓടിക്കഴിഞ്ഞിട്ടാണ് പറയാൻ പറ്റുള്ളൂ നമുക്ക്. മൊത്തം മാറ്റി പിടിച്ചേക്കുവാണ്. അല്ല, വന്നതാണ് ഇതൊക്കെ. കോമഡി മൊത്തത്തിലൊരു കൈവിട്ട കളിയാണ്. പ്രത്യേക സിനിമയിലുള്ള കോമഡി അത് ഒരു റിയലിസ്റ്റിക് അഭിനയത്തിൽ നിന്ന് വിട്ടിട്ടുള്ളൊരു കളി കളിച്ചാൽ അത് മിക്കവാറും തമാശകളായിരിക്കുള്ളൂ. ഇപ്പോൾ രമണനാണെങ്കിലൊക്കെ പോലെ ഇത്തിരി വിട്ടിട്ടുള്ളൊരു കളിയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പക്ഷെ അപ്പോഴൊക്കെ ഈ നല്ല നടൻ എന്ന് പറഞ്ഞ സാധനം ഇവരുടെയൊക്കെ മനസ്സിൽ കിടപ്പുണ്ട്. ആകാശം എന്നൊക്കെ പറഞ്ഞ പടം ചെയ്യുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു അശോകനത് എൻജോയ് ചെയ്ത് അഭിനയിച്ചായിരിക്കുള്ളൂ. കാരണം റിയലായിട്ട് ഇങ്ങനെ പെരുമാറുന്നു. അതിനോട് ഇഷ്ടം വരുമ്പോൾ മറ്റതിനോടുള്ള ഇഷ്ടം മറ്റേത് ശരിയല്ല എന്നുള്ള തോന്നൽ മനസ്സിൽ വരാൻ പാടില്ല. ഇതുവരെയും ചെയ്തതല്ല, ഇതാണ് ശരി. ആ ഒരു ചെറിയ പീരീഡ് അശോകനുണ്ടായിരുന്നു. ഞാൻ ഗോസ്റ്റ് ഹൗസിൽ അഭിനയിക്കാൻ വന്നപ്പോഴും അശോകൻ അങ്ങോട്ട് ഇളകി കളിക്കാൻ പറ്റണില്ല. ഞാൻ പിന്നെ അശോക നീ പോയിട്ട് ആ മറ്റേ CID മ്യൂസിയം അതൊക്കെ എടുത്തിട്ടൊന്ന് കാണുന്നത് വീഡിയോ ഇട്ടിട്ട്. കാരണം ഈ ആകാശമൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു സുഖം അത് വേറെ, ഇത് വേറെ, രണ്ടും കൂടി കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പണി ഉള്ള കാര്യമാണ്. 7 സീരിയസ് ആണെന്നാ പറഞ്ഞേ ചേട്ടാ. എനിക്ക് നിങ്ങൾക്കിപ്പോ ഒരു കൊടക്കമ്പി പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ചെയ്യാനായിട്ട്. തമാശ ഒരാളോട്ട് പറയാം, ഒരു പടമുണ്ട്, ഒരു കോമഡി പടമാണെന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്ന് താല്പര്യക്കുറവ് വരുന്നില്ലേ? വരും. അല്ല, ഇപ്പൊ ചെയ്തു എന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ ഏത് രീതിയിൽ ഇത് ചെയ്യണം എന്ന് ചോദിച്ചു. കാരണം ഇപ്പോഴത്തെ ഒരു പണ്ട് കളിച്ച ആ രീതി ചെയ്യണോ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ അത്ര ഇത്തിരി കുറച്ച് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി എന്താ അറിയാമോ, പണ്ട് അശോകൻ ചേട്ടൻ ചെയ്തിട്ടില്ലേ അത് മതി, ദിലീപും അശോകനുമുള്ള കോമ്പിനേഷൻ ചെയ്തേക്കണം ആ സ്റ്റൈൽ നമുക്ക് കിട്ടണം. അപ്പൊ മതിപ്പുറവ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര അങ്ങനൊന്നും വന്നിട്ടില്ല എനിക്ക്. മതിപ്പുറം എന്ന് പറഞ്ഞാൽ അത് ശരി എന്താണെങ്കിലും അത് ശരിയല്ലായ്മ ഉണ്ടതിന്. ഇപ്പൊ ഈ അന്നത്തെ അഭിനയിച്ചിട്ട് ഇപ്പൊ കൊടക്കമ്പിയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇങ്ങനെയൊക്കെ വരുന്നില്ലേ, അത് ഒരു സാധനം കൂട്ടിയിട്ടുള്ള കളിയാണത്. അതേ പക്ഷെ അത് ഇങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്ത് അങ്ങോട്ട് അതിനകത്ത് സുഖം പിടിച്ചു കഴിഞ്ഞാൽ മറ്റേത് ചെയ്യാനുള്ള ഒരു മടി വരും മനുഷ്യൻ. പക്ഷെ അത് പിന്നെ തിരിച്ച് പിടിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായുള്ള ഹരിഹർ നഗർ എന്ന് പറഞ്ഞ പടം ഞാൻ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് എടുത്തപ്പോ ജഗദീഷ് ശരിക്ക് പഴയ അപ്പുക്കുട്ടന്റെ പടത്തിനെ ഇമിറ്റേറ്റ് ചെയ്യാണ്. ജഗദീഷ് അല്ല അഭിനയിക്കുന്നത്, ജഗദീഷ് സ്റ്റൈലിലല്ല അഭിനയിക്കുന്നത്, ജഗദീഷ് ചെയ്ത അപ്പുക്കുട്ടന്റെ രീതികളാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതല്ലോ വേണ്ടത്, ജഗദീഷിന്ന് വരണ്ടേ. ഇങ്ങനത്തെ ഒരു അതുകൊണ്ടാണോ ചേട്ടൻ സോൾട്ട് ആൻഡ് പെപ്പറും ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു 2.0 മാറ്റം വന്നത്? അതായത് മാറി മാറി പിടിക്കുന്നുണ്ട് ഇല്ലേ ലാൽ സാർ? മാറി മാറി പിടിക്കണില്ല. എനിക്ക് സെലക്ഷൻ പരിപാടികളും ഇല്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കഥ പറയുമ്പോൾ ഈ കഥയിൽ എൻ്റെ ക്യാരക്ടർ ഇല്ലാണ്ട് ഈ കഥ പറയാൻ പറ്റുമോ? ഒറ്റ വരിയിൽ പറഞ്ഞാൽ ഇല്ല, അയാൾ വേണം, അത്യാവശ്യം പെർഫോം ചെയ്യാനൊക്കെ ഉണ്ട് അതിനകത്ത്. ഇത്രയൊക്കെ മതി. അതിനകത്ത് വില്ലനായാലും കുഴപ്പമില്ല, നല്ലവനായാലും കുഴപ്പമില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ഞാൻ അർജുനെ റീസെൻ്റ്ലി ഞങ്ങൾ സംസാരിച്ചിരുന്നു. എനിക്ക് കാലങ്ങളായിട്ട് എൻ്റെ സുഹൃത്തും കൂടിയാണ് അർജുൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, കൃത്യസമയത്ത് വരും, ഒരു ശല്യവും ഇല്ല, ഡയലോഗ് എൻ്റെ കാര്യങ്ങൾ ചെയ്യണു, ആളെ തിരിച്ചു പോകണു, ആൾ അവിടെ വന്നു എന്നോ പോയിന്നോ അറിയില്ലാത്ത പോലെ ഭയങ്കര രസമുള്ളൊരു പാർട്ടിയാണ്. അനുഭവങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. ചേട്ടൻ എത്രയോ വർഷമായിട്ട് ഫീൽഡിലുള്ളതാണ്. അപ്പോൾ അർജുന് ആ ഒരു കലവറയിൽ നിന്നും നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു കാര്യം അങ്ങനെയൊക്കെ ഉണ്ടോ? അതോ അർജുൻ വാസ് ഓൾവേസ് ഇങ്ങനെ?
ഞാൻ പറഞ്ഞേക്കുന്ന കാര്യം ഒന്നേ ഉള്ളൂ, നമ്മൾ ഏറ്റെടുക്കുന്ന സിനിമ നമ്മൾ തീർത്തു കൊടുക്കണം. നമ്മുടെ ജോലി നമ്മൾ എന്തായാലും ആ സിനിമ ഒരു സിനിമ നമ്മൾ ഏറ്റെടുത്തെങ്കിൽ അത് കൃത്യമായിട്ട് അത് ചെയ്യണം. പിന്നെ അവർക്ക് നീ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. പിന്നെ കാശ് പറഞ്ഞ് മേടിച്ചെടുക്കണം. തരാമെന്ന് പറഞ്ഞ പൈസ മേടിച്ചെടുത്തോളൂ. നമ്മളായിട്ട് അവരൊരു കുഴപ്പമുണ്ടാക്കരുത്. കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിൻ്റെ തുല്യതാ പരീക്ഷ ഇന്ദ്രൻ ചേട്ടൻ എഴുതിയെടുത്തല്ലോ. അപ്പം ശരിക്കും ഇന്ദ്രൻ ചേട്ടനെ നമ്മളിപ്പോൾ കണ്ടു കഴിയുമ്പോൾ യു ലൈക്ക് അവാർഡുകൾ അതിലോട്ട് നമ്മൾ വരുന്നുണ്ട്, നല്ല നല്ല റോളുകൾ, ഇന്ദ്രൻ ചേട്ടൻ്റെ സിനിമകൾ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഇടയിൽ ഇതിനു വേണ്ടി സമയം കണ്ടുപിടിച്ചത് ഒരു ഇൻസെക്യൂരിറ്റിയുടെ ഒരു ഭാഗം അതിൽ നിന്ന് മാറണം എന്ന് ഓർത്തിട്ടാണോ, അതോ എപ്പോഴും ഇത് വേണം എന്നുള്ളൊരു ആഗ്രഹം, ആ ഒരു തീവ്രമായ ആഗ്രഹത്തിൽ നിന്ന് അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ഞാൻ ആ വാർത്ത വായിച്ചപ്പോഴൊക്കെ ആലോചിച്ചായിരുന്നു. പഠിക്കണമെന്നുണ്ടായിരുന്നു, ഭയങ്കര കൊതിക ഉണ്ടായിരുന്നു. പറ്റാത്തതുകൊണ്ട് നിർത്തിയാണ്. അത് വേറെ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് കുറേ കഴിയുമ്പോഴത്തേക്ക് സാക്ഷരത എന്നൊക്കെ പറഞ്ഞ് പ്രായമായാലും പഠിക്കാം, അത് ചെയ്യാൻ ഓരോന്ന് വാർത്തകളൊക്കെ വരുമല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ചെയ്തേക്കാം, അതിന് സമയം കിട്ടും. കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് തന്നെ സമാധാനപ്പെടുത്താമല്ലോ, ഓ നീ ഇത്രയൊക്കെ പഠിച്ചതാന്ന് പറയാൻ അതിന് വേണ്ടിയിട്ട്. അടുത്ത അപ്പോൾ സ്റ്റെപ്പിലോട്ട് 10 എഴുതാൻ പോയതാണ്. അപ്പോൾ 7 വരെയെങ്കിലും പോയാൽ 7 കഴിയാതെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ 7 എഴുതി. പൈസ കൊടുത്ത് പാസ്സായതാണെന്ന് തോന്നുന്നു. ഞാനിപ്പോ കുറച്ച് 7ാം ക്ലാസ് 12 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പുള്ളിക്ക് പറയാൻ പറ്റില്ല. അതിനങ്ങനെയും ചെയ്യാൻ പറ്റില്ല. എനിക്ക് താങ്കളുടെ ഒരുപാട് റോളുകളും സിനിമകൾ കണ്ടിട്ട്, എനിക്ക് വൺ മാൻ ഷോ കണ്ടിട്ട് എനിക്കിഷ്ടം. അതായത് പാവം ചേറാം, നമുക്ക് സങ്കടമാണ് അവസാനം വരുമ്പോൾ. പക്ഷെ അതുപോലെ കന്മദം വെറുപ്പാണോ വിഷമമാണോ ആ സിനിമ കണ്ടു തീരുമ്പോഴത്തേനും ഭയങ്കര നെഞ്ചിൽ ഭയങ്കര ഒരു കല്ലിറക്കി വെച്ച പോലത്തെ ഒരു സിനിമയാണ് ഈ കന്മദം. ഒരു ഇൻ്റർവ്യൂവിൽ പക്ഷേ സാർ അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു, എനിക്കതിലെ അഭിനയം അതത്ര പോരാ, എനിക്ക് ആ റോളിൻ്റെ. അല്ല, ഒരുപാട് പേര് കന്മദത്തിനെ പറ്റി എൻ്റെ അടുത്ത് പറയാറുണ്ട്. പക്ഷെ എനിക്കറിയാം ഞാനത് വളരെ മോശമായിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം വെച്ചാൽ അത് ചിലപ്പോൾ ഒക്കെ ആയിരിക്കും, പക്ഷെ അതിന് ഒരുപാട് ചാൻസ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു അത്. അതിനെ ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്ന സങ്കടം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതിനെ നല്ല വൃത്തിയായിട്ട്, അത് നല്ല ഡെപ്തുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ഹീറോയിസമുള്ള പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിനെ ഉപയോഗിക്കാതെ പോയ ഒരു മണ്ടനായിരുന്നു ഞാൻ അന്ന് എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. അത് ഇച്ചിരി വൈകി കിട്ടിയാൽ മതിയായിരുന്നു. അതെ, ഇപ്പൊ കിട്ടിയെന്ന് വേറെ കാര്യമുണ്ട്. നമ്മളിപ്പോൾ എത്ര അഭിനയിച്ചാലും ശരി, നമ്മൾ സിനിമ കാണുമ്പോൾ ഓ അവിടെ കുറേ ശരിയാക്കായിരുന്നു, ഇവിടെ കുറേ ശരിയാക്കി, നമുക്ക് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും തോന്നുന്നതാണത്. അതിങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ആദ്യമേ കിട്ടില്ല ചിലപ്പോൾ. അത് ചിലത് 100% നമ്മളതിന് ഒത്തു കിട്ടും. ഈ ആദ്യം നമ്മൾ തുടങ്ങി വന്ന സമയത്ത് കുറച്ച് കിട്ടാൻ വലിയ പാടാണ്. പിന്നെ കുറേ നമ്മൾ ഈ ട്രാക്കിലായി കഴിയുമ്പോഴാണ് എന്നിട്ടും പൂർണ്ണമായിട്ട് കിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ആർട്ടിസ്റ്റ് ഒരു ക്യാരക്ടറാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിട്ടില്ല അത്ര. ടോട്ടലി നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും, ഓ അവിടെ കുറച്ച് ഇങ്ങനെ ചെയ്യാമായിരുന്നു. നമുക്ക് തോന്നുന്നു അവിടെ കുറച്ച് ഇങ്ങനെ ചെയ്യായിരുന്നു, അയ്യോ ആ റിയാക്ഷൻസ് സുഖമായില്ല, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യണ്ടേ, അവിടെ ഇങ്ങനെ ആക്കാമായിരുന്നു എന്നൊക്കെ തോന്നുന്നത് സിനിമ കാണുമ്പോഴാണ്. അതുപോലെ ലാൽ സാർ 17 സിനിമ നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത് അപ്പം ഉണ്ട് എണ്ണയായിരുന്നു ഞാൻ. അപ്പം അതുപോലെ ഡയറക്റ്റ് ചെയ്ത സിനിമകൾ പിന്നെ കാണാനില്ല. ഓക്കെ, താങ്കൾ ഡയറക്റ്റ് ചെയ്ത സിനിമ ഇപ്പോൾ ഡയറക്റ്റ് ചെയ്ത സിനിമകൾ ഡയറക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് മിമിക്രിയും അഭിനയം ഇതെല്ലാം ഞാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ്, എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടെന്ന്. ഇപ്പോൾ ബാങ്ക് ബാലൻസ് സേഫ് ആയതുകൊണ്ടും ഞാൻ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇതിലായതുകൊണ്ടാണ് ഒരു സിനിമ പുതിയതായിട്ട് ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരാത്തത്. ഡയറക്ഷൻ ഞാൻ ഫിറ്റല്ല എന്ന് എനിക്കറിയാം. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്, തമാശകൾ മാറി. മുഖ്യമായിട്ടും തമാശയാണ് നമ്മുടെ ഒരു ബേസിക്സ് ആണ്. നമ്മുടെ കഥ പറയുമ്പോൾ ആ തമാശകളുടെ സ്വഭാവം മാറി. ഇപ്പം എൻ്റെ മക്കളൊക്കെ ഇരുന്നിട്ട് അവിടെ തമാശ പറയുമ്പോൾ എനിക്ക് പലതും മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് ഒരു കാലഘട്ടത്തിന് വ്യത്യാസമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ പണ്ടത്തെ തമാശകളല്ലായിരുന്നു. ഈ റാംജി റാവു വന്നപ്പോൾ ഒരു പുതിയ തമാശയുടെ തുടക്കമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതൊരു കോമണായി, അങ്ങനത്തെ തമാശകൾ വന്നു. ആ തമാശയല്ല ഇപ്പോഴുള്ള തമാശ. ഇപ്പോൾ പറയുന്നത് എന്ത് പറഞ്ഞാലും ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. ഞാനൊരു തമാശ പറയുമ്പോൾ അതിന് ചിരി കിട്ടുമെന്ന് എനിക്ക് അറിയണ്ടേ, അല്ലെങ്കിൽ പറയും അയ്യോ അത് ക്ലീഷേ, മറ്റേ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് അങ്ങനത്തെ നമ്മൾ ശരിയല്ല, നമ്മളവിടെ ഫിറ്റല്ല എന്ന് തോന്നുന്ന സമയത്ത് പുറകോട്ട് വരിക എന്ന് പറയുന്നതാണ് ബുദ്ധിയുള്ള ഒരാളുടെ ലക്ഷണം എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടിട്ടും എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ടിട്ടുമാണ് ഡയറക്റ്റ് ചെയ്യാത്തത്. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു ഉത്തരമല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ വിചാരിച്ചു വരും കാത്തിരിക്കണം എന്നൊക്കെ, അതല്ല ഇത് മാറിയല്ല. ഡയറക്റ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറയില്ല കേട്ടോ, നന്നാകാനുള്ള ചാൻസ് കുറവാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ
അതുപോലെ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ എത്രയോ സിനിമകൾ, കാരണം ഞാനൊരു 80s തൊട്ടുള്ള സിനിമകൾ ഇങ്ങോട്ട് വന്ന് 90s സിനിമകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആ പാട്ടുകളും ആ കാലഘട്ടവും ആ സിനിമകളും ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ വന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ പ്രൊഫഷണലി നിങ്ങൾ തമ്മിലൊരു സ്പ്ലിറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നീട് ആ സിനിമകൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടില്ല. ഇപ്പം അദ്ദേഹം ഇല്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ ആലോചിച്ച് നോക്കുമ്പം ആ ഒരു ഡിസ്റ്റൻസ് അത് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ആ ഒരു പേഴ്സണൽ ഒരു 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 ആ ഒരു അകൽച്ചയുടെ ആവശ്യമില്ലായിരുന്നു, റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ? റിഗ്രറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഒരു നഷ്ടങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ പേഴ്സണൽ നഷ്ടങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങൾ റിഗ്രറ്റ് ചെയ്യാനൊന്നുമില്ല. കാരണം സിദ്ദിഖിനും അതിനുശേഷം വളർച്ച ഉണ്ടായിട്ടുള്ളൂ. ഞാനും ഈ അഭിനയത്തിലും പ്രൊഡക്ഷൻ കാര്യത്തിലും ഒക്കെ ആയിട്ട് സാമ്പത്തികമായിട്ടും എല്ലാം എനിക്ക് ഗുണമുണ്ടായിരിക്കണം അതിന് ശേഷമാണ്. സിദ്ദിഖിനും ആ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം അതിന് ശേഷമാണ്. പക്ഷേ അതിനുശേഷം സിദ്ദിഖും പടം ചെയ്തിട്ടുണ്ട്, ഞാനും പടം ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് പേര് ചെയ്തേക്കുന്ന പടങ്ങളിലും മിസ്സിങ് എലമെൻ്റ് ഉണ്ട്. ഞങ്ങൾ അതിനു മുമ്പ് ചെയ്തേക്കുന്ന പടങ്ങളും തനി ചെയ്തിരിക്കുന്ന ഞങ്ങൾ സിദ്ദിഖ് ചെയ്ത പടങ്ങൾ എൻ്റെ പടങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് പടങ്ങളിലും മിസ്സിങ് എലമെൻറ്റ്സ് ഭയങ്കരമായിട്ടുണ്ട്. അത് നഷ്ടം തന്നെയാണ്. ആ നഷ്ടം എൻ്റെ നഷ്ടമാണോ സിദ്ദിഖിൻ്റെ നഷ്ടമാണോ സിനിമയുടെ നഷ്ടമാണോ എന്ന് ഞാൻ പറയുന്നില്ല, അതാരെങ്കിലും പറയേണ്ടതാണ്. ആ ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ പേഴ്സണലി എനിക്ക് സിദ്ദിഖിനും നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ റിഗ്രറ്റ് ചെയ്യുന്നില്ല. അതുപോലെ ഇപ്പം അശോകൻ ചേട്ടാ, മലയാള സിനിമ നമ്മളൊരു 150+ സിനിമയൊക്കെ ഇപ്പോൾ ഒരു വർഷം ഇറങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ 10ൽ താഴെയാണ് ഹിറ്റ് സിനിമകൾ നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനിടയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 150 സിനിമ എടുക്കാനായിട്ട് ആൾ വരുന്നുണ്ട്. അതായത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, ആ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട്, ആ സിനിമയിൽ അഭിനയിക്കാനായിട്ട് അത്രയധികം ആൾക്കാർ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇത്രയും കൊല്ലം ഇൻഡസ്ട്രിയിൽ നിന്ന ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ ചോദിക്കുക, ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഇതിനോടുള്ളൊരു പാഷൻ, മറ്റൊന്നൊരു ബിസിനസ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരുന്നവരുണ്ട്. ഒരു കാരണം മാത്രമല്ലല്ലോ. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നതിന് നല്ല സിനിമകൾ ഇറക്കാനുള്ള താല്പര്യം ഉണ്ടാവും, പിന്നെ ഒരു പ്രൊഡ്യൂസറാകാനുള്ള താല്പര്യം ഉണ്ടാവും. അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു ഗ്ലാമർ വശം എന്ന് പറയുന്ന സംഭവമുണ്ട്. കോഴ്സ് സിനിമ, ഞാനൊരു സിനിമ ചെയ്തു, ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു എന്നൊക്കെ പറയുന്നതിൻ്റെ ഗ്ലാമറുണ്ട്. ഇഷ്ടംപോലെ കാശുണ്ടെങ്കിൽ അതൊരു വശം. പിന്നെ ഇപ്പോൾ ഈ എന്താ പറയുക, ദുബായിൽ നിന്ന് വരുന്നവരൊക്കെ 500 ദിർഹം കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വരും, ലോട്ടറി ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയോ കോടി രൂപയാണ്. അപ്പോൾ ആ കോടി അടിച്ചേക്കുന്നത് കണ്ടിട്ടാണ് എടുക്കുന്നത്. അടിക്കാത്തവരെയൊക്കെ നമ്മൾ വിട്ടുകളയും, അവരുടെ സങ്കടങ്ങളെ പറ്റി ആലോചിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ സിനിമയിൽ അടിച്ചിരിക്കുന്ന പടങ്ങൾ 100 കോടി 150 കോടിയൊക്കെ ലാഭം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു അട്രാക്ഷൻ അതിനകത്ത് കിടപ്പുണ്ട്, ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക്. അതും ഈ ഗ്ലാമറും അതിൻ്റെ ഒരു കളറും അതിൻ്റെ ഒരു സുഖവും ഒക്കെ ആലോചിച്ചിട്ട് അതൊക്കെ കൂടി കൂടുമ്പോൾ എല്ലാം നല്ല സംഭവങ്ങളൊക്കെ തന്നെയാണ്. മോശമാകുമ്പോഴല്ലേ. ഇനി ഇന്ദ്രൻ ചേട്ടാ, വേറെ സിനിമകളിലോട്ട് അധികം പോയില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വിജയുടെ കൂടെ സിനിമ, സൂര്യയുടെ കൂടെ സിനിമ, പല സിനിമകളായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അവർ നമ്മുടെ മാർക്കറ്റിനെ, ലൈക്ക് നമ്മുടെ ഇൻഡസ്ട്രിയെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പം ഇന്ദ്രൻ ചേട്ടൻ പല സ്ഥലത്ത് പോയി അഭിനയിക്കുമ്പോൾ അവരെങ്ങനെയാണ് നമ്മളെ കാണുന്നത്? ഞാനധികം അങ്ങനെ മലയാളം വിട്ട് പോയിട്ടില്ല. ഒരു 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 വിജയുടെ അവൻ്റെ ശങ്കർ സാറിൻ്റെ പടത്തിൽ ഒരു കുഞ്ഞ് ക്യാരക്ടർ ചെയ്തേ ഉള്ളൂ. അത് ആ ഡയറക്ടർ ആയതുകൊണ്ട് ഒരു കൊതിയാണ്. പിന്നെ പേടിയാണ്, ഭാഷ ഒരു വലിയ വിഷയമാണെന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ ഒരു തമിഴ് ചെയ്ത ചില എൻ്റെ ക്യാരക്ടർ മലയാളി ക്യാരക്ടറാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മലയാളത്തിൽ ഇവിടെ തമിഴ് പറയുന്ന പോലെയൊക്കെ പറഞ്ഞാൽ മതി, അങ്ങനെ പോയതാണ്. അവർക്കൊക്കെ വലിയ വലിയ ബഹുമാനമൊക്കെയാണ്. പൊതുവെ മലയാളത്തിലുള്ളവരും മലയാള സിനിമയൊക്കെ അവർക്ക് ഇഷ്ടമാണെന്നാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് മനസ്സിലാവുന്നത്. ഒരു തവണ തമാശയ്ക്ക് ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, നാഷണൽ അവാർഡ് ഇത്തവണയും എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല. പക്ഷെ അതിനുശേഷം നമ്മളെവിടെയൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചു അവിടെയെല്ലാം ഇന്ദ്രൻ ചേട്ടനെ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ പറയുമല്ലോ, ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത്, അതായത് ആവാഹിച്ച് നമ്മൾ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പോലെ, ഇങ്ങനൊരു സ്വപ്നം ഇന്ദ്രൻ ചേട്ടൻ കണ്ടിരുന്നോ? ഒരുപാട് പ്രാവശ്യം സ്വപ്നം കണ്ടിട്ടുണ്ട്, പക്ഷേ കിട്ടാനുള്ള റൂട്ടിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ലാത്തതുകൊണ്ട് അതൊക്കെ തമാശയായിട്ട് തന്നെ പറയാം. കൊതിയൊക്കെ ഉണ്ട് പലതും. ഞാൻ നസീറായിട്ടുണ്ട്, സത്യനായിട്ടുണ്ട്, മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കോലം ഇതായിട്ട് അറിയണില്ലെന്നേ ഉള്ളൂ. ഇനി കേരള ക്രൈം ഫയൽസിൻ്റെ അത് ജൂൺ 20 എല്ലാ ആളുകളുടെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പം എന്താണ് ഹരിശ്രീ അശോകൻ ചേട്ടാ ആ ഒരു സീരീസിനെ കുറിച്ച് മൊത്തമായിട്ട് പറയാനുള്ളത്? അതിൽ മൊത്തമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അതിലെൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അയ്യപ്പൻ എന്നാണ്.
അയാളൊരു 80-ലൊക്കെ ഉള്ളൊരു ക്രിമിനലാണ്. അയാളിൻ്റെ അകത്തൊരു ക്യാരക്ടറാണ്. പക്ഷേ ക്യാരക്ടറിനെ കുറിച്ച് ഇനി വിശദീകരിച്ച് വരുന്ന പറഞ്ഞാൽ ഓരോ എപ്പിസോഡിലും ഓരോ സംഭവങ്ങൾ വരികയുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് കാണാനുള്ളൊരു ഇമ്പം പോകും. സാർ ഇടിക്കുന്ന പോലീസുകാരനാണോ അതോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഹമ്മദ് കബീറാണ് എൻ്റെ സംവിധായകൻ. ബാഹുൽ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഗംഭീരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അതിമനോഹരമായിട്ട് ഇത് എഴുതിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇതൊരു കേരള ക്രൈം ഫയൽസിനേക്കാൾ വളരെ മേലെ പോകുന്നൊരു വെബ് സീരീസ് ആയിരിക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം അതിൻ്റെ വളരെ ക്യൂട്ടാണ്. അതിൻ്റെ ഓരോ ഇൻവെസ്റ്റിഗേഷൻ്റെ പോക്കും കാര്യങ്ങളൊക്കെ വളരെ നാച്ചുറലാണ്. നമുക്കിങ്ങനെ പെട്ടെന്ന് കിട്ടി, അവിടുന്ന് ആ ഒരു ഫോൺ കിട്ടി, അവിടുന്ന് CCTV വിഷ്വൽ കിട്ടി, അതുകൊണ്ട് ഇന്ന ആളെ അങ്ങനെ പോകുന്നൊരു തട്ടിപ്പ് പരിപാടികളൊന്നുമില്ല. വളരെ നാച്ചുറലായിട്ട് പോയിട്ട് എന്ത് ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റിംഗ് ആണ് അതിൻ്റെ. ഇവിടെ എല്ലാവരും പറഞ്ഞു ഇന്ദ്രൻ ചേട്ടൻ കഥാപാത്രത്തെക്കുറിച്ച് അധികം സംസാരിക്കില്ല എന്ന്. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. ഒരു പോലീസുകാരനാണ്. കുറേ കാലം പല സ്റ്റേഷനിലൊക്കെ മാറി മാറി വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടുള്ള ഒരു ബന്ധങ്ങളൊക്കെ പോലീസുകാരുമായി തമ്മിലൊക്കെ ഉള്ളൊരു പോലീസുകാരൻ. അത്രയൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞതൊക്കെ നന്നാവണം. വെബ് സീരീസിന് സിനിമ അല്ലാതെ ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ അനുരാഗമാണ്. അതുകൊണ്ട് നന്നായിരിക്കും. അല്ലത് കഥ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മുടിയിട്ട് പോകും, സസ്പെൻസ് പോകുന്നോണ്ടല്ല. അതിനേക്കാൾ ഇത് കഥ അറിയാതെ തന്നെ എന്താണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളും പോലീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളത് 2ാം സീസൺ ആയതുകൊണ്ട് അറിയാം. ഇത് അറിയാതെ കാണുമ്പോഴുള്ള ഒരു സുഖമുണ്ട്. അത് ആദ്യ ദിവസങ്ങളിൽ കാണുന്നവർക്കെങ്കിലും മറ്റുള്ളവർ പറഞ്ഞറിയുന്നതിന് മുമ്പെങ്കിലും അവർക്ക് കിട്ടുന്നൊരു അവസരം നഷ്ടപ്പെടുത്തലാകരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇതിനകത്ത് കണ്ടുപോകുമ്പോൾ എല്ലാവർക്കും അറിയാം, കഴിയുമ്പോൾ കഥ അറിയും. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻസിലൊന്നും അല്ല ഈ പടം നിൽക്കുന്നത്. പക്ഷെ സസ്പെൻസിൽ ഒരു രസമുണ്ട് അപ്പോൾ പറഞ്ഞു പോക്കിൽ. അത് ഈ പറയലുമുണ്ട്. അത് നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാണ്. അത് വളരെ ആദ്യത്തെ ദിവസം പ്രേക്ഷകർക്കേ ഉള്ളൂ. പക്ഷെ അതുപോലെ നഷ്ടപ്പെടുത്താൻ നമുക്ക് ആഗ്രഹമില്ല. കാരണം അത്രയും വിശ്വാസം നമുക്ക് ഇതിൻ്റെ പുറത്തുണ്ട്. അതങ്ങനെ ഫ്രഷായിട്ട് ആളുകൾ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം സർപ്രൈസ് കൊണ്ട് ഒരു സാധനം ബർത്ത്ഡേക്ക് കൊണ്ടുവന്ന് സർപ്രൈസ് കൊണ്ടൊരു കേക്ക് കൊണ്ടുവരുന്നതും ആ കേക്ക് ഉച്ചക്ക് മുതൽ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ. എന്ന് വെച്ചിട്ട് രണ്ടിനും ടേസ്റ്റൊന്നും വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ആ സമയത്ത് ടാങ് നമ്മുടെ സാധനം പ്രസൻറ്റ് ചെയ്യുമ്പോൾ സുഖമുണ്ടല്ലോ. ആ സുഖം നിങ്ങളിൽ അല്ലെങ്കിൽ കാണുന്നവരിൽ നഷ്ടപ്പെടുത്തരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പറയാത്തത്. നിങ്ങളെ രണ്ടുപേരെയും ക്യാരക്ടർ വെച്ചുമൊക്കെ നമ്മൾ ഒത്തിരി അളക്കാറുണ്ട്. ദേഷ്യം വരുന്നവരായിരിക്കും എന്ന് ചിന്തിക്കാറുണ്ട്. ഹരിശ്രീ അശോകൻ ചേട്ടൻ ഞാൻ അത്രയും ചിന്തിക്കാറില്ല, പക്ഷെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഇന്ദ്രൻ ചേട്ടനോട് എല്ലാവരും ചോദിക്കാറുണ്ട് വിനയം ഒരു വിനയാവാറുണ്ടോ. ഇത് ഞാൻ പല സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടനോട് വിനയത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ഇന്ദ്രൻ ചേട്ടൻ എപ്പോഴാണ് ദേഷ്യം വരുന്നത്? എപ്പോൾ ഞാൻ ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്, എപ്പോഴും ഒരേപോലെ ഞാൻ കണ്ടേക്കണേ. ദേഷ്യം വരാറില്ല ഇന്ദ്രൻ ചേട്ടൻ? ഭയങ്കര കുഴപ്പമാണ്. വീട്ടിൽ പോയി ദേഷ്യപ്പെടും? വീട്ടിലും വെളിയിലൊക്കെ ചിലപ്പോഴൊക്കെ അറിയാതെ ദേഷ്യം വന്നിട്ട് ഞാൻ തന്നെ നിന്ന് വിറയ്ക്കും. അങ്ങനെ വരും. ഭയങ്കര കുഴപ്പമാണ്. ഭയങ്കര കുഴപ്പമാണ്. എനിക്ക് ഒരുപാട് എന്നെ വിഷമിപ്പിച്ച് എനിക്ക് എന്നെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടുള്ള അത്രയും ജീവിതത്തിൽ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? അത് കൊള്ളും. അത് രണ്ടെണ്ണം കിട്ടുമ്പോൾ അല്ലെ ദേഷ്യം വരുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടുമില്ല. കിട്ടുമെന്നുള്ള പേടിയാണ് എനിക്ക്. എന്നാലും ഇങ്ങനെ ദേഷ്യം വരുന്ന ആളുകൾ അങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കും. ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെറിയ കാര്യത്തിനൊക്കെ പണങ്ങും. മകനെങ്കിലും അവനെ അടിച്ചിട്ടൊന്നുമില്ല. ആരെയും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ദേഷ്യം അച്ഛൻ അവന് എന്തൊക്കെയാണോ അച്ഛൻ പറഞ്ഞത് തന്നെ പിടികിട്ടുന്നില്ല എന്ന് പറയും. അതുകൊണ്ട് ദേഷ്യം വരും. അവസാനം നേരെ തിരിച്ചായിരിക്കും. ഇന്ദ്രൻ ചേട്ടൻ ദേഷ്യക്കാരനും ബാക്കി നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ ഭയങ്കര. ഹരിശ്രീ അശോകൻ ചേട്ടനാണെങ്കിൽ പേരക്കുട്ടിയുടെ അൻവിയുടെ കൂടെ കൊച്ചിനെ എടുത്തും കൊച്ചിന് പുറകെ നടക്കുന്ന വീഡിയോ ഫോട്ടോ നമ്മൾ എപ്പോഴും കാണുന്നത്. ഇനി സൈന സൗത്ത് പ്ലസിൻ്റെ ഭാഗമായിട്ട് MYOP തരുന്ന കേരള ക്രൈം ഫയൽസ് എന്ന് എഴുതിയ എൻഗ്രേവ് ചെയ്ത് അതിലെ എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും പേര് എൻഗ്രേവ് ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ്. എനിക്ക് സാധാരണ പടം അല്ലെങ്കിൽ വെബ് സീരീസ് ഒക്കെ സൂപ്പർ ഹിറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെ സമ്മാനങ്ങളൊക്കെ വരുന്നത്. ഇതതിൻ്റെ ഒരു തുടക്കമാകട്ടെ. വലിയ വലിയ ഒരുപാട് സമ്മാനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കാൻ ബാക്കിയുള്ളതാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ് ഇത് സൂപ്പർ ഹിറ്റ് ആണ്. ഇന്ദ്രൻ ചേട്ടാ, പേര് എഴുതിയ അപ്പോൾ താങ്ക് യു. താങ്ക് യു സോ മച്ച്.